पक्का मोहनलाल की चल रही होगी। मोहनलाल की मूवी चल रही होगी पक्का। ഹലോ. ഓക്കെ സാർ, അതൊന്നും പ്രശ്നമില്ല സാർ, ഞാൻ ഉടനെ വരാം. ശരി. കുമാർ സാറായിരുന്നു, ഞാൻ അർജൻറ്റായിട്ട് അവിടെ വരെ ചെല്ലണമെന്ന്. ഇനിയാ? ഓ, നേര് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ, ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പം ഇന്നിനി നിങ്ങൾ പോയിട്ട് വരൂലേ? ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. करता क्या हुआ? पता नहीं अभी है, इसके साथ मिलने के लिए गया था ये। झूठ कह रहा था अपनी वाइफ से। എന്നാൽ നീ പറഞ്ഞിട്ട് ഇറങ്ങാത്ത എന്തിര്? അത് പിന്നെ ദീപ് നാളെ വരുന്ന വൈകുന്നേരം അമ്മ പറഞ്ഞു. അവൻ വീട്ടിലുണ്ടെ പിന്നെ ഇതൊന്നും നടക്കില്ല, ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതാ പിന്നെ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി വരാമെന്ന് വെച്ചത്. ഓ, ഞാൻ റൂം അടുത്ത ആഴ്ചക്കായിരുന്നു പറഞ്ഞിരുന്നത്. तो इसका अफेयर है दोनों का। ആ വീടിൻ്റെ കാര്യം പിന്നെ അന്വേഷിച്ചായിരുന്നോ? അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ആളൊഴിയാൻ കുറച്ചുകൂടി സമയം വേണമെന്നാണ് അവർ പറഞ്ഞത്. അതുവരെ ലോഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അവളോട് ഡൈവേഴ്സിൻ്റെ കാര്യം പറയണതാണ് ചടങ്ങ്. अच्छा डिवोर्स दे रहा अपनी वाइफ को। നീ വീട്ടിൽ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ ഇറങ്ങിയത്? അതെ. इस लड़की की भी शायद शादी हो रखी है ना? वो भी मैरिड है, वो ये भी मैरिड है। ബാബുവേട്ടൻ പോയിട്ട് പിന്നെ വേറൊരു കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ചേട്ടനെ കണ്ടതിന് ശേഷമാണോ എൻ്റെ नहीं इसके हस्बैंड की मौत हो रखी है, फिर उसे छोड़ के गया। ഭാര്യയും പിള്ളേരുമായിട്ട് ജീവിച്ചിട്ട് ഞാനല്ലേ पता नहीं अभी അതിലെന്താ വല്ല വിഷമമുണ്ട്? നിനക്ക് എന്തിനാ വന്നത്? എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയൊക്കെ? അല്ല, സ്വന്തം ചേട്ടനെ കൊല്ലാന്നൊക്കെ പറഞ്ഞു. അതിന് ഇത്രയും സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നും പറഞ്ഞ ഒരാളെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ഈ സേന എത്രയോ ന്യൂസുകൾ വരുന്നു. ശരിയാ, പക്ഷെ എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോൾ എന്തോ കൊല്ലത്. പക്ഷേ എല്ലാവരും നമ്മളെ പോലെ അല്ലല്ലോ. ചിലക്കൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരൊക്കെ കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ കൊന്നതിരിക്കും. അയ്യടാ, ഇപ്പൊ ഈ പറയുന്ന ആളോ? ഞാനിതുപോലെ കുറേ പോലെ തട്ടിട്ടുണ്ടല്ലോ. ചേട്ടനാ? പിന്നെ അല്ല, പാമ്പിന് വലിയുന്നതായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഭാര്യയില്ലേ അനിത, അവൾ സാമാന്യ സുന്ദരിയൊക്കെയാണ്, ആളും വലിയ കുഴപ്പമില്ല. എൻ്റെ പിള്ളേരെ എനിക്ക് വലിയ കാര്യമാണ്. നമ്മുടെ ഇന്ന് വന്ന വണ്ടിയില്ലേ ഹോണ്ട, അതെനിക്ക് ജീവനാണ്. ആ കാറും അത്യാവശ്യം സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. അവിടെ ഡൈവേഴ്സ് ചെയ്യുന്നതിന് നിന്നെ അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചാൽ അതെന്തിനാണ് തെറ്റ്? അതിനെന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മാറിത്തരില്ലേ? അങ്ങനെ നീ മാറിത്തരുമോ? പിന്നല്ലേ. ഓ, എന്നാൽ നീ അങ്ങനെ മാറി തന്നാലും എന്നെ കൊല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലേ, അത് കിട്ടില്ല. അതെന്ത് സുഖം? അതറിയില്ലേ? അപ്പം നമ്മുടെ ദേഹത്ത് ഒരു കൊതു വന്നിരുന്നു വെച്ച് അത് നമ്മളിങ്ങനെ തച്ച് കൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടും. കറി വെക്കാൻ കോഴിയെ കൊല്ലില്ലേ, അപ്പോൾ ഒരു സുഖം. मजाक कर रहा है या फिर उसे मारने वाला है? അതിൽ കൂടുതൽ സുഖം കിട്ടും. അതല്ല കാരണം, റിസ്ക് കൂടുമ്പോൾ സുഖവും കൂടും. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണെന്നറിയോ? വരുന്ന ആനയെ കൊല്ലുമ്പോന്നായിരിക്കും പറയുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലും.
ये उसको मारने वाला तो नहीं कर क्या रहे പിന്നല്ലാതെ हैं കൊല്ലാൻ ഞാൻ നിന്ന് തന്നിട്ട് വേണ്ടേ? അതൊക്കെ വളരെ ഈസി അല്ലേ. सही में तो नहीं मानने वाला ये, या फिर ऐसे मजाक कर रहा होगा? അതെങ്ങനെ? ഈ ഷോൾ ഇങ്ങനെ सही में कर रहा क्या കഴുതി ചുട്ടിട്ട് ഒറ്റ കളി. നോക്ക്. सब मजाक कर रहा हो വെച്ച്. अरे हैं माय गॉड, सही में कह रहा था वो तो सिर्फ मार रहा है. ओह माय गॉड, उसने उसे मार दिया. सही में कह रहा था ये सब तो ये. सब मारा क्यों लेकिन उसको कह नहीं रहा था इंसान को मारने में मजा आता है. मजा आता है साइको टाइप का है ना ये? किलर तो नहीं है साइको किलर शायद उसी तरह का है. हाँ. तो मतलब मम्मूटी का रोल इसमें एक वैसा है, विलन का. मुझे नहीं था पता ऐसा रोल होगा. डेंजरस रूल है हाँ